ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ആരും വരരുത്. കാരണം ഇത് ആദ്യം മുതലേ പാളിപ്പോയ റേറ്റാണ്. അപ്പോൾ ചിക്കന് എണ്ണ ഒഴിക്കുക, ചിക്കൻ ഇടുക, അതിലേക്ക് ഉപ്പ് ഇടാം, മുളക് പൊടി ഇടാം, കുരുമുളക് പൊടി ഇടാം, പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇടാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി, നല്ലപോലെ ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ സോയാ സോസും നമ്മുടെ കെച്ചപ്പും എല്ലാം കൂടി ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡെൽമോണ്ടേൻ്റെ എഗ്ലെസ് മയോണൈസാണ് കേട്ടോ. അത് എത്തുന്നോ കീഴങ്ങാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പ്ലക്കെന്ന് വന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് മയോണൈസ് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ക്വാണ്ടിറ്റിക്ക് ഇടുക. അത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെൽമോണ്ടൻ്റെ തന്നെ കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കില്ലേ, അതുകൂടെ. ഇവിടെയാണ് നമ്മളെ കഥ മാറുന്നത്. നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തത്. ഞാൻ നല്ലോണം എന്ത് ചെയ്ത് കോയിൽ വെച്ച് പരത്തിയിട്ട് ഒരു ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി പൊരിക്കാമെന്നായിരുന്നു ചിന്ത. അപ്പം ഞാനിങ്ങനെ ആക്കി ഇതും വെച്ചു. പിന്നെ അങ്ങോട്ട് മറക്കാൻ നോക്കിയിട്ടാണ്, ഇല്ല അതൊട്ടും എത്തുന്നില്ല. ചിക്കനാണെങ്കിൽ സൈസും കൊടുക്കുക. അപ്പോൾ പൂച്ചേനെ നോക്കിയിരുന്ന സമയത്ത് എന്ത് ചെയ്താൽ വെള്ളം പേർക്ക് വെച്ചിട്ട് പോക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയിലും മുക്കി ബ്രെഡിലും മുക്കി ഒരുക്കാൻ വേണ്ടിയിട്ട് പോക്കാം. ഇവിടെയാണ് വീണ്ടും കഥയിലൊരു മാറ്റം വരുന്നത്. നിങ്ങളത് കണ്ടോന്നറിയില്ല, ഗ്യാസ് സംഭവം ഓഫാണ്. ഞാനിത് പൊക്കി എന്ത് ചെയ്തു, എണ്ണയിലിട്ടു. എത്ര നോക്കിയിട്ടും പോരിയില്ല. ഈ ഫാൻസി ഐറ്റം ഒന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിവരെയും മുട്ടബജിയൊക്കെ പറ്റൂ. അതും പഠിച്ചുകൊണ്ട് കുതിരത്തുകൊണ്ട് എങ്ങനെ വന്നു. അങ്ങനെ ആ ബാക്കിയിരുന്ന ബ്രെഡും എമറൂനും കൊടുത്തിട്ട് നമ്മൾ പറ്റുന്ന പണിക്ക് പോയി.